കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സമിതികൾക്ക് രൂപം നൽകും. കെപിസിസി ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലുള്ള സമിതി ജില്ലകൾ തോറും സന്ദർശനം നടത്തി പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. കോൺഗ്രസിൽ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ നിലനിൽക്കുന്ന ചേരിപ്പോര് അവസാനിപ്പിക്കാൻ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് പ്രശ്നപരിഹാര സമിതിക്ക് രൂപം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റുമാർ, ജില്ലകളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ, ഡിസിസി ഭാരവാഹികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക സമിതിക്ക് രൂപം നൽകുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിലെത്തി പ്രവർത്തകരുടെ പരാതി കേട്ട് പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. നിലവിൽ ജില്ലകൾ തോറും പ്രശ്നപരിഹാരത്തിന് കോർ കമ്മിറ്റികളുണ്ടെങ്കിലും അവയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ് വിലയിരുത്തൽ. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. മെയ് 2ാം വാരം മുതൽ പ്രശ്നപരിഹാര സമിതികൾ 14 ജില്ലകളിലും സന്ദർശനം നടത്തും. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാനും സമിതിക്ക് അധികാരമുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വലിയ തരത്തിലുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. പ്രശ്നപരിഹാര സമിതി കൂടാതെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വാർഡുതല സമിതികൾക്കും രൂപം നൽകും. 20 പേരിൽ കുറയാതെയുള്ള പാർട്ടി പ്രവർത്തകർ വാർഡുതല സമിതികളിൽ അംഗങ്ങളായി ഉണ്ടാകും. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. ഓരോ വാർഡുതല സമിതികളിലും 5 വീതം വനിതകളെ ഉൾപ്പെടുത്തും. സാമുദായിക അടിസ്ഥാനത്തിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിലും സർവേ നടത്താനാണ് വാർഡുതല സമിതികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. മുൻ വർഷങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ചകൾ ഈ വാർഡുതല സമിതികളുടെ പ്രവർത്തനത്തിലൂടെ പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.